ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ രണ്ട് വിധം അടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരേപോലത്തത് കിട്ടിയിട്ടില്ല. ഒന്ന് മിക്സ്ഡ് ആയിട്ടുമാണ്, ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ളതുമാണ് കേട്ടോ. ഇത് വൈറ്റ് പാലടയാണ്, അപ്പോൾ മറ്റേത് പിങ്ക് കളറിലുള്ളതുമാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. തിളച്ചിട്ട് അതിൻ്റെ പശ ഒന്ന് കഴുകി ഊറ്റിയെടുക്കണം. അപ്പോൾ മറ്റേത് നമ്മൾ ആദ്യം തന്നെ പാല് തിളച്ചിട്ട് അതിലാണ്ട് ഫസ്റ്റ് തന്നെ ഇട്ടെടുത്താൽ മതി. അതിന്മേൽ പിന്നെ പണിയൊന്നുമില്ല. അതിൽ പഞ്ചസാരയും അണ്ടിപ്പരിപ്പ് മുന്തിരി അത് മിക്സ്ഡ് ആയിട്ട് വന്നതാണ്. അത് നമ്മൾ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നല്ല തണുത്ത പച്ച വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഒരേപോലത്തത് കിട്ടിയില്ല. രണ്ട് പാക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടും ഒരേപോലത്തതാണ് വിചാരിച്ചു. അപ്പം ഇനി കിട്ടിയത് കൊണ്ടാണ് ഉണ്ടാക്കുക വിചാരിച്ചുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നമ്മൾ. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഊറ്റിയെടുക്കണം. അപ്പോൾ ഇത് അടപ്രഥമനല്ല, പാലടായിട്ട് വൈറ്റ് കളറിലുള്ള പായസമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ പഞ്ചസാരയൊക്കെ ഓൾറെഡി ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് മെൽറ്റ് ചെയ്ത് കണ്ടൊന്നും ഇടണില്ല. അപ്പോൾ ഇത് ഇതേപോലെ ഇതിൻ്റെ ആ കൊഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കേക്കെടുക്കണം. അപ്പം നമ്മൾ പാൽപ്പൊടിയാണ് കേട്ടോ, അത് പാൽപ്പൊടി കലക്കിയതാണ്, പാലല്ല. ഒരു 300 ഗ്രാം പാൽപ്പൊടി എടുത്തിട്ട് നല്ലോണം കലക്കി തിളപ്പിച്ചാൽ വെച്ച പാലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മിക്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിൽ ഓൾറെഡി പഞ്ചസാര ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പഞ്ചസാര ഇടണുള്ളൂ, ഉപ്പ് ഇടണില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളെ പായസത്തിൽ രണ്ടും ഇട്ടിട്ട് ഇളക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റും ഇട്ടിക്കണ്, പിങ്ക് കളറുള്ളതും ഇട്ടിക്കണ്. അപ്പോൾ രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ അത്. അപ്പം നമ്മളൊരു കുറച്ചൊരു ചൊവ്വരി ഉണ്ടല്ലോ, സാബൂനരി അറിയും, ഒരു 2-3 സ്പൂണ് വെള്ളത്തിലിട്ട് കുതിർത്തിങ്ങാണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിങ്ങനെ എല്ലാം പാടെ മിക്സായിട്ടുള്ളൊരു മിക്സ്ഡ് പായസമാണിത്. രണ്ട് വിധ അടയും ചൊവ്വരിയൊക്കെ ഇട്ടുങ്ങാണ്ട്. അപ്പം ഇനി നമ്മളിതേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് ആദ്യം കുറച്ച് മിക്സിയിൽ ഉണ്ടായതുകൊണ്ട് ഇനി ഇതിലേക്ക് ബാക്കി കുറച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ ഈസിയാണ്, അധികം പണിയൊന്നുമില്ല. ഈ പാലിലിട്ടത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. കുറേ സമയം ഇളക്കണം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പായസം ഇങ്ങനെ വെന്ത് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിക്കണ്. അതേപോലെ തിളച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അരി വെന്തിക്കണമെന്ന് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക, വീണ്ടും ഇളക്കുക. ഒരു പാകത്തെ വേഗമാകണത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അരിപ്പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് നല്ല പണിയാണല്ലോ. ഇത് പാലുണ്ടായാൽ മതി. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളെ പായസം ഉണ്ടാക്കുന്നത്. ഓണത്തിന് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ ഓണത്തിന് ഇതിടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഏലക്കായി പഞ്ചസാരയും പാടെ ചേർത്ത് പൊടിച്ച മിക്സ് ഇടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ടു. അപ്പോൾ ഇനി പായസം കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് ഫുള്ളായിട്ടാണ്ട് വിചാരിച്ച് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ രണ്ട് കളറിലെ അട ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യെടുത്തിട്ട് 2 സ്പൂൺ നെയ്യെടുത്തിട്ട് ഒന്ന് നമ്മളെ അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. ഏതറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്.
പാലട പായസം. പാലട എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കണമല്ലുണ്ടാവും. പക്ഷേ അത് ഉണ്ടാക്കാനൊരു പണിയില്ല. കരുതിയാൽ എത്രയും പെട്ടെന്ന് സേമിയ പായസമൊക്കെ ഉണ്ടാക്കണ പോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നുള്ളൂ, അല്ലാതെ ഒരു പണിയില്ല പായസം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ അണ്ടി മുന്തിരിയൊക്കെ മുന്തിരി ഇട്ടിട്ടില്ല, മുന്തിരി ഇതാക്കണ്. അണ്ടിപ്പരിപ്പ് ഒരുവിധം അയക്കണം, നമ്മൾ മുന്തിരി അയക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വറുത്ത് കോരണം. നമ്മളെ പായസത്തിൻ്റെ ഒരുവിധം പണി ഇവിടെ കഴിഞ്ഞു. ഇനി മുന്തിരി നമ്മളെ പായസത്തേക്ക് ഇട്ടുകൊണ്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഒഴിക്കാനുള്ളത് മിൽക്ക് മേഡാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു മടിയക്കാരം. ആ സബ്സ്ക്രൈബ് ചെയ്തതിനാൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. താങ്ക് യു.